Hello friends, welcome to Toppers World. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 4ാം ക്ലാസ്സിലെ മാത്സ് സബ്ജക്റ്റ് ആണ്. നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ എമംഗ് 4 ഡിജിറ്റ് നമ്പേഴ്സ്. അപ്പോൾ നമ്മുടെ ഈ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ ആണ്, തുടർച്ചയായിട്ടാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നമ്മുടെ പാർട്ട് 4 നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ 4 പാർട്ടായിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ പാർട്ട് 1ന്റെയും 2ന്റെയും 3ന്റെയും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പാർട്ട് 4 നമ്മൾ 18ാമത്തെ പേജിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. The Roman way. In Roman number system, the letters I, V, X, L, C, D and M are used. റോമൻ നമ്പർ സിസ്റ്റത്തിൽ നമ്മുടെ നമ്പേഴ്സിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ലെറ്റേഴ്സ് ആണ്. ഇവിടെ തന്നിരിക്കുന്ന ഈ 7 ലെറ്റേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓരോ ലെറ്റേഴ്സും ഏത് നമ്പറിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നതാണ് ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, I എന്ന് പറയുന്നത് 1നെ, V 5, X 10, L 50, C 100, D 500, M 1000. In Roman number system, 1 is denoted by, Roman number system 1 denote ചെയ്യുന്നത് ഏത് ലെറ്റർ ആണ്? I. 5 is denoted by V. How do we write 4 in Roman number system? 4 നമ്മൾ എങ്ങനെയാണ് റോമൻ നമ്പർ സിസ്റ്റത്തിൽ എഴുതുക നമുക്ക് നോക്കാം. 4 is shown by writing 1 on the left of 5. 5 എഴുതിയിട്ട്, അതായത് V എഴുതിയിട്ട് അതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇടത് വശത്തായിട്ട് എന്ത് ചെയ്താൽ മതി? ഒരു 1 ഇട്ട് കൊടുത്താൽ മതി. അതായത് I ഇട്ട് കൊടുത്താൽ അത് എന്തായി മാറും? 4 ആവും. 6 ആണ് ആവേണ്ടതെങ്കിൽ നമ്മൾ 5 എഴുതിയിട്ട് അതിന്റെ റൈറ്റ് സൈഡിൽ വലത് വശത്ത് 1 ഇട്ടാൽ അത് എന്തായി മാറും? 6 ആവും. 7 ആണ് വേണ്ടതെങ്കിൽ writing 2 I's on the right of V makes 7. അതായത് നമ്മൾ V എഴുതിയിട്ട് അതിന്റെ റൈറ്റ് സൈഡിൽ 2 1 ആണ് നമ്മൾ എഴുതുന്നത്, 2 I ആണ് നമ്മൾ എഴുതുന്നതെങ്കിൽ അത് 7 ആവും. അപ്പോൾ 8 ആവണമെങ്കിൽ 3 നമ്മൾ എന്ത് ചെയ്താൽ മതി? 5 എഴുതിയിട്ട് 3 I ഇട്ട് കൊടുത്താൽ, അല്ലെ 3 1 ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ റൈറ്റ് സൈഡിൽ 3 1 ഇട്ട് കഴിഞ്ഞാൽ അത് എന്താവും? 8 ആവും. 9 ആണ് എഴുതുന്നതെങ്കിൽ നമ്മൾ 10 എഴുതിയിട്ട്, 10 നമുക്കല്ല X ആണ് എഴുതേണ്ടത്. അപ്പോൾ X എഴുതിയിട്ട് അതിന്റെ എവിടെ എഴുതാം? റൈറ്റ് സൈഡിൽ, അതിന്റെ എന്താണ് റൈറ്റ് സൈഡിൽ അല്ലേ, നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ, റൈറ്റ് സൈഡ് അല്ല ലെഫ്റ്റ് സൈഡിൽ എന്ത് ചെയ്താൽ മതി? നമ്മുടെ 1 ഇട്ട് കൊടുത്താൽ അത് 9 ആവും. ഇങ്ങനെ എഴുതുന്നതാണ് റോമൻ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് റോമൻ നമ്പേഴ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓരോ ലെറ്റേഴ്സും എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് പഠിക്കുക. ഇങ്ങനെ എഴുതുന്നത് റോമൻ നമ്പേഴ്സ് എന്നാണ് പറയുക. ഓക്കെ, അടുത്തത് അവാർഡ് ആൻഡ് ഇയർ. ദ ലിസ്റ്റ് ഷോൺ ദ നെയിം ഓഫ് റൈറ്റേഴ്സ് ഹു ഗോട്ട് എഴുത്തച്ഛൻ അവാർഡ് ഇൻ വേരിയസ് ഇയർ. ഇവിടെ തന്നിരിക്കുന്നത് ഓരോ വർഷത്തിലും ഓരോ വർഷങ്ങളിലും എഴുത്തച്ഛൻ അവാർഡ് കിട്ടിയ റൈറ്റേഴ്സിന്റെ പേരാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 1993 1993 ഈ വർഷത്തില് അവാർഡ് കിട്ടിയ ആളാണ് ശൂരനാട് കുഞ്ഞംപിള്ളை. അപ്പൊ ഇതുപോലെ അടുത്ത വർഷം കണ്ടിന്യൂസ് ആയിട്ടുള്ള വർഷങ്ങളാണ് എഴുതേണ്ടത്, തുടർച്ചയായ വർഷങ്ങളാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, ഇപ്പൊ അടുത്ത വർഷം ഏതായിരിക്കും? 1993 കഴിഞ്ഞ അടുത്ത വർഷം എന്തായിരിക്കും? 1994 നെക്സ്റ്റ് ഇയർ. അത് കഴിഞ്ഞ 1995, അത് 1996. അപ്പൊ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ടുള്ള തുടർച്ചയായിട്ടുള്ള വർഷങ്ങൾ ഇവിടെ എഴുതാനാണ് പറയണത്. ഓക്കെ, ലാസ്റ്റ് വൺ നമ്മൾ 2014 ആർക്കാ കിട്ടിയിരിക്കുന്നത്? വിഷ്ണു നാരായണ നമ്പൂതിരി. ഓക്കെ, അടുത്തത് അഡ്മിഷൻ നമ്പർ. In the new school, Meenu and her friends were given consecutive admission numbers. Write the numbers and complete the table. അപ്പോൾ പുതിയ സ്കൂളിൽ മീനുവിനും അവളുടെ ഫ്രണ്ട്സിനും കിട്ടിയ അഡ്മിഷൻ നമ്പേഴ്സ് ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ മീനുവിന്റെ അഡ്മിഷൻ നമ്പർ 3008 ആണ്. ബാക്കിയുള്ള കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്ന അഡ്മിഷൻ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഈ 3008ന്റെ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ്. 3008 കഴിഞ്ഞുള്ള കണ്ടിന്യൂസ് ആയി വരുന്ന നമ്പേഴ്സ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ തുടർച്ചയായി വരുന്ന നമ്പേഴ്സ് തന്നെയാണ്. അപ്പോൾ 3008 കഴിഞ്ഞാൽ അടുത്തത് എന്തായിരിക്കും? ബാക്കി ജസ്നയുടെയും രമ്യയുടെയും അപർണയുടെയും ഷംനയുടെയും മായന്റെയും കണ്ടെത്തേണ്ടത്. 3008 കഴിഞ്ഞാൽ അടുത്ത 3009, 3010, 3011, 3012, 3013. After them 20 more children join. What is the admission number of the last one? അപ്പോൾ നമ്മുടെ മായ ജോയിൻ ചെയ്തതിന് ശേഷം വീണ്ടും 20 കുട്ടികൾ കൂടെ ജോയിൻ ചെയ്താൽ, അവസാനം ജോയിൻ ചെയ്ത 20ാമത് ജോയിൻ ചെയ്ത കുട്ടിയുടെ അഡ്മിഷൻ നമ്പർ എന്താണ് എന്നാണ് ചോദ്യം. അപ്പോൾ അതിന് എന്ത് ചെയ്യണം? 3013ന്റെ കൂടെ 20 പ്ലസ് ചെയ്യുക. അപ്പോൾ 3യും 0യും പ്ലസ് ചെയ്താൽ 3 തന്നെയാണ്, 1ഉം 2ഉം പ്ലസ് ചെയ്താൽ 3 ആണ്, 0നെയും 3നെയും ഇറക്കിയിട്ടു. അപ്പോൾ 3033. അപ്പോൾ 20ാമത് ജോയിൻ ചെയ്ത കുട്ടിയുടെ അഡ്മിഷൻ നമ്പർ എന്തായിരിക്കും? 3033. After 1 month the last admission number was 3049. How many new students join? അപ്പോൾ അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോൾ വേറെ കുറെ കുട്ടികൾ കൂടെ പുതിയതായി
ജോയിൻ ചെയ്തു. അങ്ങനെ ലാസ്റ്റ് അഡ്മിഷൻ നമ്പർ എന്ന് പറയുന്നത് 3049 ആണെങ്കിൽ എത്ര പുതിയ കുട്ടികൾ ജോയിൻ ചെയ്തു എന്നാണ്. അതായത് 20ാമത്തെ കുട്ടിയും കൂടെ 20 കുട്ടികൾ ജോയിൻ ചെയ്തതിന് ശേഷം പുതിയതായി എത്ര കുട്ടികൾ ജോയിൻ ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. അതിന് 3049ൽ നിന്നും 3033 മൈനസ് ചെയ്യുക. 9 3 മൈനസ് ചെയ്താൽ 6, 4 3 മൈനസ് ചെയ്താൽ 1, 0 0 മൈനസ് ചെയ്താൽ 0, 3 3 മൈനസ് ചെയ്താൽ 0. ആൻസർ എന്താണ്? 16. 16 കുട്ടികൾ കൂടി ജോയിൻ ചെയ്തു. നെക്സ്റ്റ് വേൾഡ് കപ്പ് ഫുട്ബോൾ. ഇവിടെ ഈ കുട്ടി പറയുന്നത് എന്താ നോക്കിക്കേ. വാട്ട് ഷുഡ് ബി ആഡഡ് ടു 333 ടു ഗെറ്റ് 3333? അതായത് 333ന്റെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്താലാണ് 3333 ആവുക? എത്രയാകുമ്പോൾ നമുക്ക് ചെയ്ത് നോക്കാതെ തന്നെ നമുക്ക് ഇങ്ങനെ നോക്കിയിട്ട് ആൻസർ പറയാൻ പറ്റില്ലേ? 3300. ഇവിടെ 333 ആണ്. അതിൻ്റെ കൂടെ എന്താണ് ജോയിൻ ചെയ്തത്? 3000 ആണ് അല്ലേ ആഡ് ആയത്. അപ്പൊ ആൻസർ 3000 ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതി ചെയ്യാൻ പറ്റും. 3333 333 മൈനസ് ചെയ്ത് നോക്കുക. ആൻസർ എന്താ കിട്ടിയത്? 3000. ഓക്കെ, അപ്പൊ 333ന്റെ കൂടെ 3000 ആണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തത് വേൾഡ് കപ്പ് ഫുട്ബോൾ. വേൾഡ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് is held every 4 years. Write in order the year in which the tournament was held. അതായത് നമ്മുടെ വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കുന്നത് എല്ലാവർക്കും അറിയാലോ 4 വർഷം കൂടുമ്പോഴാണ് അല്ലേ. അപ്പൊ ഇവിടെ നോക്കൂ, ഓരോ വർഷവും എന്താണ് നമ്മൾ ഓരോ വർഷത്തെ ടൂർണമെന്റിൽ ഏത് കൺട്രിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഓരോയിടത്ത് എവിടെയാണ് നടന്നത് എന്നുള്ള കൺട്രിയുടെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ 1990 ഇറ്റലിയിലാണ് അല്ലെ, ഇറ്റലിയിലാണ് നടന്നത്. അപ്പൊ നെക്സ്റ്റ് നോക്കൂ, എവിടെ നമ്മുടെ മെക്സിക്കോയില് നമ്മുടെ ഇറ്റലിയിൽ നടക്കുന്നതിന് മുമ്പായിട്ട് മെക്സിക്കോയിൽ നടന്നിട്ടുണ്ട്, സ്പെയിനിൽ നടന്നിട്ടുണ്ട്, അർജന്റീനയിൽ നടന്നിട്ടുണ്ട്. ഇറ്റലിയിൽ നടന്നതിന് ശേഷം USA, ഫ്രാൻസിൽ, സൗത്ത് കൊറിയ, ജപ്പാൻ, ജർമ്മനി അവിടെയൊക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ വർഷം ഇറ്റലിയിൽ നടന്ന ഇയർ ഏതാണ്? 1990ലാണ് നടന്നത്. അപ്പൊ മെക്സിക്കോയിൽ എപ്പോഴായിരിക്കും നടന്നിട്ടുണ്ടാവുക? ഈ ഇറ്റലിയിൽ നടന്ന വർഷത്തിന് 4 വർഷം മുമ്പായിരിക്കും മെക്സിക്കോയിൽ നടന്നിട്ടുണ്ടാവുക അല്ലെ. അപ്പൊ ഇതിന്റെ മേലേക്കുള്ള നമ്പേഴ്സ്, അതായത് ബിഫോർ നമ്പേഴ്സ് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. 4 4 4 നമ്മൾ എന്ത് ചെയ്യണം? 4 വർഷം കൂടുമ്പോഴായതുകൊണ്ട് 4 4 മൈനസ് ചെയ്യണം. ആഫ്റ്റർ എന്ന് വെച്ചാൽ അടുത്ത US എപ്പോഴാണ് നടന്നത് കണ്ടുപിടിക്കാൻ ഈ 1990 കൂടെ 4 പ്ലസ് ചെയ്യണം. ഓക്കെ, ഇതുപോലെ മെക്സിക്കോയിൽ നടന്നത് കണ്ടുപിടിക്കാൻ 4 മൈനസ് ചെയ്യുക. അപ്പൊ 1986, അടുത്ത 1982, 1978. US നടന്നത് കാണാൻ പ്ലസ് ചെയ്യണം. 1990 കൂടെ 4 പ്ലസ് ചെയ്യണം. 1994, 98, 2002, 2006, 2010, 2014. ഓക്കെ, അടുത്തത് രണ്ട് കുട്ടികൾ എന്താ സംസാരിക്കുന്നത് നോക്കാം. I will go to see the World Cup in 2025. Fat chance എന്നാണ് ഈ കുട്ടി പറയുന്നത്. ഫാറ്റ് ചാൻസ് എന്ന് വെച്ചാൽ കണ്ടത് തന്നെ എന്ന് പറഞ്ഞിട്ട് കളിയാക്കി പറയുകയാണ് കേട്ടോ. അത് കളിയാക്കി പറയാണ്. അപ്പൊ ഈ കുട്ടി എന്താ പറയുന്നത്? I will go to see the World Cup in 2025. ഇവിടെ നോക്കൂ, നമ്മൾ എപ്പോഴാണ് ലാസ്റ്റ് 2014 ആണ് നമ്മൾ എഴുതിയത്, ബ്രസീലിൽ വെച്ച് നടന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ കുട്ടി പറയുകയാണ്, ഞാൻ 2025 2025 നടക്കുന്ന വേൾഡ് കപ്പ് ഞാൻ കാണും എന്നാ, അതായത് പോയി കാണും എന്നാണ് 2025 വേൾഡ് കപ്പ് ഞാൻ കാണും എന്നാണ് ഈ കുട്ടി പറയുന്നത്. അപ്പൊ ഈ കുട്ടി പറയുന്നത് ആ നടന്നത് തന്നെ എന്ന് പറയുകയാണ്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക നമുക്ക് നോക്കാം. നെക്സ്റ്റ് വേൾഡ് കപ്പ് വിൽ ബി ഹെൽഡ് ഇൻ വിച്ച് ഇയർ? വെച്ചാൽ ബ്രസീലിൽ നടന്ന 2014 നടന്ന വേൾഡ് കപ്പ് കഴിഞ്ഞ ശേഷം അടുത്ത ഏത് വർഷമായിരിക്കും നടക്കുക? 2014 കൂടെ നമ്മൾ 4 പ്ലസ് ചെയ്യുമ്പോൾ ആൻസർ എന്താ? 2018. ഇഫ് കണ്ടിന്യൂസ് ടു ബി ഹെൽഡ് ദിസ് വേ will there be a tournament in 2025? ഇങ്ങനെ 4 വർഷം കൂടി നടക്കുമ്പോൾ 2025 2025 വേൾഡ് കപ്പ് നടക്കുമോ? വേൾഡ് കപ്പ് ടൂർണമെന്റ് നടക്കുമോ എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് നോക്കാം. 2018 കഴിഞ്ഞാൽ അടുത്തത് ഏത് ഇയറിലായിരിക്കും നടക്കുക? 2022 അല്ലെ. വീണ്ടും 4 പ്ലസ് ചെയ്യുക. വീണ്ടും ഇതിന് കൂടെ 4 പ്ലസ് ചെയ്ത ആൻസർ എന്താ? 2026 ആണ്. അതിന്റെ അർത്ഥം എന്താണ്? 2025 വേൾഡ് കപ്പ് ടൂർണമെന്റ് നടക്കുന്നില്ല, 2026 നടക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഈ കുട്ടി എന്ത് ചെയ്യുന്നത്? കണ്ടത് തന്നെ എന്ന് പറഞ്ഞിട്ട് കളിയാക്കി പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ നടക്കോ 2025 വേൾഡ് കപ്പ് ടൂർണമെന്റ് നടക്കോ? ഇല്ല, നോ. The digits in a card's number are 4 consecutive numbers. The sum of the first and last 2 digit is 9. Can you find the number? അപ്പോൾ എല്ലാവരും ഇത് ആൻസർ കണ്ടെത്തുക. ആൻസർ കിട്ടിയില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കുക, നമ്മളതിൽ ആൻസർ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് മൗണ്ടെയിൻസ് ആണ് നമ്മുടെ ടോപ്പിക്. മൗണ്ടെയിൻസ് നമുക്ക് ആദ്യം ഇവിടെ ഈ ഔൾ എന്താ പറയുന്നത് നോക്കാം. The world's highest mountain is Everest. അപ്പോൾ എല്ലാവർക്കും അറിയാലോ, നമ്മുടെ വേൾഡിൽ തന്നെയുള്ള ഹയസ്റ്റ് മൗണ്ടൻ കൊടുമുടി. മൗണ്ടൻ എന്ന് വെച്ചാൽ കൊടുമുടി. അപ്പം ഹയസ്റ്റ് മൗണ്ടൻ എന്ന് പറയുന്നത് എവറസ്റ്റ് ആണ്. കേരളത്തിലെ ഹയസ്റ്റ് മൗണ്ടൻ എന്ന് പറയുന്നത് ആനമുടിയാണ്. ഓക്കെ, the names
and height of some mountains are given below. List them from the shortest to the highest. അപ്പോൾ ഇവിടെ കുറച്ച് ഒരു എന്താണ് 6 മൗണ്ടെയിൻസും ആ മൗണ്ടെയിൻസിന്റെ ഹൈറ്റും ആണ് മീറ്ററിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചെറുതിൽ നിന്നും ചെറിയ ഇവിടെ അതിന്റെ സ്പേസ് എഴുതാനുള്ള സ്ഥലമാണ്, ചെറുതിൽ നിന്നും വലുത് ഓർഡറിൽ ഇവിടെ എഴുതാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ മൗണ്ടെയിൻസ് ആണ് നമുക്ക് നോക്കാം. ആനമുടിയുടെ ഹൈറ്റ് എത്രയാണ്? 2695 meters. എവറസ്റ്റ് 8848 meters. K2 8611 meters. കാഞ്ചൻജംഗ 8586 meters. നംഗ പർബത് 8126 meters. നന്ദാദേവി 7816 meters. അപ്പോൾ ഏറ്റവും ചെറുത് ഏതാണ്? നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റില്ല. ഇവിടെ 2000 തുടങ്ങുന്ന ആനമുടിയാണ് ഏറ്റവും ചെറിയ എന്ത് മൗണ്ടെയിൻ. ഓക്കെ, അപ്പൊ ആ നമ്പർ എഴുതുക 2695 meters. അടുത്തതിൽ ഏതാ ചെറുത്? ഇവിടെ 8000 തുടങ്ങുന്നുണ്ട്, ഇവിടെ ഒന്ന് മാത്രമാണ് 7000. അപ്പൊ 7 ആണോ 8 ആണോ ചെറുത്? 7 ആണല്ലേ. അപ്പൊ അടുത്ത നന്ദാദേവിയാണ് 7816 ആണ് അടുത്ത ചെറിയ നമ്പർ. ബാക്കി എല്ലാം 8 തുടങ്ങുന്നതാണ്. അപ്പൊ നമുക്ക് അടുത്ത സെക്കൻഡ് ഡിജിറ്റ് നോക്കാം. ഇവിടെ എവറസ്റ്റ് എന്ന് വെച്ചാൽ അടുത്ത സെക്കൻഡ് ഡിജിറ്റ് 8 തന്നെയാണ്. ഇവിടെ 6 ആണ്, ഇവിടെ 5, ഇവിടെ 1. അപ്പൊ ഇത് ഏതാ ചെറുത്? 1. അപ്പൊ നംഗ പർവ്വതമാണ് അടുത്തത് 8126. അത് കഴിഞ്ഞാൽ കാഞ്ചൻജംഗ, കാരണം അത് 5 അല്ലേ, സെക്കൻഡ് ഡിജിറ്റ് 5 ആണ് ചെറുത് ബാക്കിയുള്ളത് വെച്ചിട്ട്. അടുത്തത് 6ഉം 8ഉം. 6 ആണ് ചെറുത് അല്ലേ. അപ്പൊ 8611. അടുത്തത് 8848. അത് ഏതാണ് നമ്മുടെ മൗണ്ടെയിൻസ് ഏതൊക്കെയാന്ന് എഴുതുക. ആനമുടി, നന്ദാദേവി, നംഗ പർവ്വത്, കാഞ്ചൻജംഗ, K2, എവറസ്റ്റ്. ഓക്കെ, അപ്പൊ നമ്മുടെ വേൾഡിലെ ഹയസ്റ്റ് മൗണ്ടിന്റെ പേര് ഏതാണ്? എവറസ്റ്റ് ആണ്. കേരളത്തിലെ ഹയസ്റ്റ് മൗണ്ടിന്റെ പേര് എന്താണ്? ആനമുടി. അടുത്തത് പ്ലേസ് വാല്യൂ. നമ്മൾ ഓൾറെഡി പ്ലേസ് വാല്യൂ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് പ്ലേസ് വാല്യൂ കാണുക എന്നൊക്കെ. ഇവിടെ അടുത്തത് അതാണ് നമ്മൾ പറയുന്നത്. യൂസിങ് ദ ഡിജിറ്റ്സ് 5, 0, ഹൗ മെനി 4 ഡിജിറ്റ് നമ്പേഴ്സ് ക്യാൻ യു മേക്ക്. അപ്പൊ നമ്മൾ 5ഉം 0 ഈ 2 ഡിജിറ്റ് ഉപയോഗിച്ചിട്ട് എത്ര 4 ഡിജിറ്റ് നമ്പേഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എത്ര ഉണ്ടാക്കാൻ പറ്റും ആ നമ്പേഴ്സ് എല്ലാം ഇവിടെ എഴുതാനാണ് പറയുന്നത്. രണ്ടെണ്ണം എഴുതിയിട്ടുണ്ട്, 5000ഉം 5005ഉം. വേറെ ഏത് ഡിജിറ്റ് യൂസ് ചെയ്യരുത്? 5ഉം 0ഉം യൂസ് ചെയ്ത് മാത്രം. ഓക്കെ, ബാക്കി ഏതൊക്കെ എഴുതാൻ പറ്റും? 5050, 5055, 5500, 5550, 5505, 5555. ഇനി എന്ത് ചെയ്യണം? അറേഞ്ച് ദീസ് നമ്പേഴ്സ് ഫ്രം ദ സ്മോളസ്റ്റ് ടു ദ ലാർജസ്റ്റ്. ഈ നമ്മളിവിടെ എഴുതിയ നമ്പേഴ്സ് ചെറുതിൽ നിന്നും വലുതെന്ന ക്രമത്തിൽ എഴുതൂ. ആദ്യം 5000 വരും, പിന്നെ 5005 വരും, അടുത്തത് 5050, 5055, 5500, 5505, 5550, 5555. അത് നമുക്ക് എന്ത് മനസ്സിലായി? among them the largest number എന്ന് പറയുന്നത് ഏതാണ്? 5555. in these, അതായത് ഈ നമ്പറിൽ the place value of the 5 at the left end is, അതായത് ലെഫ്റ്റ് എൻഡിലുള്ള 5ന്റെ വാല്യൂ എന്താണ്? ലെഫ്റ്റ് എൻഡിലുള്ള വാല്യൂ എന്ന് ഫസ്റ്റ് ഇതാണ് ലെഫ്റ്റ് എൻഡിലുള്ളത്. നമ്മുടെ ഇടതുവശത്തുള്ള നമ്പറാണ് ചോദിക്കുന്നത്. അപ്പൊ ലെഫ്റ്റ് എൻഡ് എന്ന് പറഞ്ഞാൽ ഈ നമ്പറിന്റെ പ്ലേസ് വാല്യൂ എന്താണ്? നമ്മൾ പറഞ്ഞിരുന്നു പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് ഒരു 4 ഡിജിറ്റ് നമ്പറിന്റെ ഏതൊക്കെയാണ്? 1000, 100, tens, ones. അപ്പൊ ഇത് ഏതായിരിക്കും? thousands. ഓക്കെ, അടുത്തത് വാട്ട് അബൌട്ട് ദ 5 at the right end? റൈറ്റ് ഹാൻഡ് എന്ന് വെച്ചാൽ ഈ ലാസ്റ്റ് വൺ, ഇതിന്റെ പ്ലേസ് വാല്യൂ എന്താണ്? ones. ഓക്കെ, നെക്സ്റ്റ് ഹു ആം ഐ, ഞാൻ ആര്? ബിറ്റ്വീൻ 1200 and 1300, 3 in the tens place. ഞാൻ അപ്പൊ ഈ നമ്പർ നമ്മൾ പറയാം, ഈ കണ്ടെത്തേണ്ട നമ്പർ 1200ന്റെയും 1300ന്റെയും ഇടയിലാണ് ഉള്ളത്. 3 in the tens place. 10ന്റെ പ്ലേസിൽ 3 ആണ്. ഇതൊരു ഈവൻ നമ്പറാണ്. എന്താ ഈവൻ നമ്പർ എന്ന് വെച്ചാൽ നമ്മൾ എഴുതുന്ന 4 ഡിജിറ്റ് നമ്പർ ഒന്നെങ്കിൽ 0യിലായിരിക്കും. അതിന്റെ വൺസ് നമുക്കറിയാലോ, അവസാനം എഴുതുന്നതാണ് വൺസ്. അപ്പൊ അവിടെ ഒന്നെങ്കിൽ 0യോ അല്ലെങ്കിൽ 2, 4, 6, 8 ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കും. ഓക്കെ, 1 ഡിജിറ്റ് ഈസ് റിപ്പീറ്റഡ്. അപ്പൊ നമ്മൾ എഴുതുന്ന ഈ 4 നമ്പേഴ്സിൽ ഒരു നമ്പർ റിപ്പീറ്റ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ആരെ നോക്കാം? 4 ഡിജിറ്റ് നമ്പർ ആണ്. 10ന്റെ അവിടെ 3 ആണ്. അടുത്തത് നമ്മൾ എന്താ 100ന്റെ പൊസിഷനിൽ നമ്മൾ 2 ആണ് എഴുതുന്നത്. കാരണം നമ്മളിപ്പോൾ ഇവിടെ 3 എഴുതിയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മളിപ്പോൾ നമ്മൾ 3 ആണ് നമ്മളിവിടെ എഴുതുന്നതെങ്കിൽ, ഇവിടെ 3 ആണ് എഴുതുന്നതെങ്കിൽ ഈ 1300 എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും? ക്രോസ് ചെയ്ത് പോകും. ഓക്കെ, ഈ 1300 എന്നുള്ളത് കടന്ന അടുത്ത വലിയ നമ്പർ, ഇതിനേക്കാളും വലിയ നമ്പറായി മാറും. അതുകൊണ്ടാണ് നമുക്ക് 2 എഴുതുന്നത്. ഇവിടെ 1 നമ്മൾ എഴുതാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ 1 ആവും. ഇവിടെ 1 ആയിരിക്കും, ഇത് എന്തായി മാറും? ഒരു ഓഡ് നമ്പറായി മാറും. ഇതൊരു ഈവൻ നമ്പറാണ്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഇവിടെയും 2 തന്നെ എഴുതാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ഇത് 1 ആണ്. അപ്പൊ 1232 ആണ് നമ്മുടെ ആൻസർ. അടുത്തത് ക്യാൻ യു ഫൈൻഡ് മീ? ഐ ആം എ 4 ഡിജിറ്റ് നമ്പർ. മീ ആൻഡ് 2 times me together makes the largest 4 digit number. Who am I? ഇവിടെ എന്താ പറയുന്നത്? ഞാനൊരു 4 ഡിജിറ്റ് നമ്പർ ആണ്. അപ്പൊ എന്താ പറയുന്നത്? ഞാനും
എൻ്റെ 2 മടങ്ങും കൂടി ചേർന്നാൽ ഏറ്റവും വലിയ ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ കിട്ടും. എന്താ പറയണത്? 4 ഡിജിറ്റ് നമ്പർ ആണ് ആൻസർ. 4 ഡിജിറ്റ് നമ്പർ ആണ്. ഞാനും, അതായത് ഇവിടെ പറയുന്ന ആരാണ് ഞാൻ എന്നാണ് കണ്ടെത്തേണ്ടത്. ഞാനും എൻ്റെ 2 മടങ്ങും ചേർന്നാൽ ഏറ്റവും വലിയ ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ കിട്ടും. അപ്പൊ നമുക്ക് എന്താ അറിയണം? ഏതാണ് ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ? നമ്മൾ പറഞ്ഞു സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ നമ്മൾ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു അല്ലേ? ഏത് സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ഏതാണ്? 1000. ഓക്കെ, ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ഏതാ? 9999. ഓക്കെ, ഇവിടെ എന്താ പറയണത്? ഞാനും എൻ്റെ 2 മടങ്ങും കൂടെ ചേർന്നാലാണ് 9999 ആവുക. ആൻസർ എന്തായിരിക്കും? 3333. എങ്ങനെ കിട്ടി നോക്കാം. ഈ 3333ന്റെ കൂടെ അതിന്റെ 2 മടങ്ങ് എന്ന് വെച്ചാൽ 2 തവണ അത് പ്ലസ് ചെയ്യുമ്പോൾ കിട്ടുന്ന 6666 പ്ലസ് ചെയ്യുമ്പോൾ ഉത്തരം എന്ത് കിട്ടുന്നുണ്ട്? 9999 കിട്ടുന്നുണ്ട്. ഇവിടെ ആരാണ്? ഹു ആം ഐ? 3333. അടുത്തത് ഓഡ് ആൻഡ് ഈവൻ. അപ്പൊ എല്ലാവർക്കും ഓഡ് നമ്പേഴ്സും ഈവൻ നമ്പേഴ്സും അറിയാലോ. അപ്പൊ ആദ്യത്തെ ഓഡ് നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? 1 ആണ് ഓഡ് നമ്പർ. ഫസ്റ്റ് ഓഡ് നമ്പർ 1 ആണ്. ഈവൻ നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. സെക്കൻഡ് ഈവൻ നമ്പർ എന്ന് പറയുന്നത് ഏതാ? സെക്കൻഡ് ഈവൻ നമ്പർ 4 ആണ്. രണ്ടാമത്തെ ഈവൻ നമ്പർ 4. സെക്കൻഡ് ഓഡ് നമ്പർ 3. ഫോർത്ത് ഈവൻ നമ്പർ 8. ഫോർത്ത് ഓഡ് നമ്പർ 7. അടുത്തത് 10th even number 20, 10th odd number 19, 50th even number ഏതാണ്? 100, 50th odd number 99, 100th even number 200. അങ്ങനെയാണെങ്കിൽ 400 എന്ന് പറയുന്നത് എത്രാമത്തെ ഈവൻ നമ്പർ ആയിരിക്കും? 200th. അതായത് 200ാമത്തെ ഈവൻ നമ്പർ ആണ് 400. Okay, next, right and wrong. A group of children wrote down some sets of consecutive numbers and the teacher copied these to the blackboard. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾ എല്ലാവരും കണ്ടിന്യൂ ആയി വരുന്ന, അതായത് നമ്മൾ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ് വരുന്നത്. കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് നമ്മൾ പറഞ്ഞു, തുടർച്ചയായി വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറയുക. അങ്ങനെ കുറച്ച് നമ്പർ പാറ്റേൺസ് എഴുതിയിട്ട് വന്നു. ടീച്ചർ അതെല്ലാം ബോർഡിലേക്ക് എഴുതിയിട്ടുണ്ട്. Find the right and wrong pattern. Some of these are wrong, find and correct them. അപ്പോൾ ഇതിൽ ചിലത് ശരിയാണ്, ചിലത് തെറ്റാണ്. അപ്പോൾ ശരിയായിട്ടുള്ള എല്ലാം റൈറ്റ് പാറ്റേൺസ് അല്ല, ശരിയായിട്ടുള്ള എല്ലാ പാറ്റേൺസും ഈ കോളത്തിൽ എഴുതുക. ഇതിൽ തെറ്റായിട്ടുള്ള പാറ്റേൺസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തിട്ട് ശരിയാക്കിയ ശേഷം ഇവിടേക്ക് എഴുതുക. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് പാറ്റേൺ നോക്കാം. 1007, 1008, 1009, 1100. ഇവിടെ നോക്കൂ, 9 കഴിഞ്ഞാൽ 100 ആണോ വരിക? അല്ല. അപ്പൊ ഇത് തെറ്റാണ് അല്ലെ? ഇത് തെറ്റാണ്. അപ്പൊ നമ്മൾ ശരിയാക്കിയിട്ട് എഴുതുക. 1009 കഴിഞ്ഞാൽ 1010, 1011, 1012. അത് 2006, 2007, 2008, 2009, 2010, 2011. ശരിയാണ് അല്ലെ? കറക്റ്റ് ആണ്. അപ്പൊ അത് റൈറ്റ് പാറ്റേൺ എന്നുള്ള കോളത്തിൽ എഴുതുക. അടുത്തത് 3107, 3108, 3109, 4000. ശരിയാണോ? 109 കഴിഞ്ഞാൽ 109, 109 കഴിഞ്ഞാൽ 4000 ആണ് വരിക? അല്ല. 3110 ആണ് വരിക അല്ലെ? 3110, 3111, 3112 ആണ് വരിക. അടുത്തത് 1097, 1098, 1099, 2000. തെറ്റല്ലേ? 99 കഴിഞ്ഞ ആൻസർ എത്ര വരിക? 100 ആണ് വരിക. അപ്പൊ അതും തെറ്റാണ്. അപ്പൊ എന്ത് ചെയ്യണം? കറക്റ്റ് ചെയ്ത് എഴുതുക. 1099 കഴിഞ്ഞാൽ 1100, 1111, 1102. അടുത്തത് 4447, 4448, 4449, 4050. അപ്പൊ ഇത് നോക്കി, നേരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളിത് റൈറ്റ് പാറ്റേണിൽ കൊണ്ട് എഴുതും. കാരണം എന്താ നോക്കൂ, ഇവിടെ 14 കഴിഞ്ഞാൽ 50, 51, 52 കറക്റ്റ് ആണ് വരുന്നത്. പക്ഷേ ഇവിടെ 100ൽ എഴുതിയിരിക്കുന്നതാണ് തെറ്റ്. 4449 ആണ്. അപ്പൊ അടുത്തത് വരേണ്ടത് എത്രയാണ്? 4450 വരണം. അപ്പൊ അത് തെറ്റാണ്. 4449 കഴിഞ്ഞാൽ 4450, 4451, 4452 ആണ് വരേണ്ടത്. അടുത്തത് 6636, 6637, 6638, 6639, 6640, 6641. കറക്റ്റ് ആണ് അല്ലേ? അത് റൈറ്റ് പാറ്റേൺ ആണ്. അടുത്തത് 8995, 8996, 8997, 8998, 8999, 9999. ശരിയാണോ? അല്ല. കാരണം എന്താണ്? 8999 കഴിഞ്ഞാൽ അടുത്ത നമ്പർ 9000 ആണ്.
ഓക്കെ, അടുത്തത് ലാസ്റ്റ് പാറ്റേൺ 9095, 9096, 9097, 9098, 9099, 10,000. ശരിയാണോ? അല്ല, കാരണം 99 കഴിഞ്ഞാൽ എന്താണ് വരിക? 100 ആണ് വരിക അല്ലെ. 9999 കഴിഞ്ഞാൽ 9100 ആണ് വരിക. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ച് നമ്മൾ വേണം, നേരെ നോക്കി നമുക്ക് മനസ്സിലാവും ആൻസർ. അപ്പൊ തെറ്റായിട്ടുള്ളതെല്ലാം ശരിയാക്കിയിട്ട് കറക്റ്റഡ് പാറ്റേണിൽ എഴുതുക, ഇവിടെ എഴുതുക. ശരിയായിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു? റൈറ്റ് പാറ്റേൺ കോളത്തിൽ എഴുതുക. അടുത്തത് ഹൂ ആർ വി, ഞങ്ങൾ ആര്. ഓക്കെ, ഇവിടെ നമ്മൾ കുറച്ച് ഒരാളെ അല്ല കണ്ടെത്തേണ്ടത്, കുറച്ച് നമ്പേഴ്സിനെ കണ്ടെത്തണം. അത് 5 നമ്പേഴ്സിനെയാണ് ഇവിടെ കണ്ടെത്തേണ്ടത്. ഈ 5 നമ്പേഴ്സും ബിറ്റ്വീൻ 2000 ആൻഡ് 3000 ആണ്. 2000-ന്റെയും 3000-ന്റെയും ഇടയിൽ വരുന്ന നമ്പേഴ്സ് ആണ്. ഓഡ് നമ്പർ ആണ്. എല്ലാ നമ്പേഴ്സും ഓഡ് നമ്പേഴ്സ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു ഓഡ് നമ്പേഴ്സ് എന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കും? ആ നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ 3, 5, 7, 9 ആയിരിക്കും. ഡിജിറ്റ് ഇൻ ദ ടെൻസ് പ്ലേസ് 6. അപ്പൊ 5 നമ്പറിന്റെയും ടെൻസിന്റെ പ്ലേസിൽ 6 ആണ്. ഡിജിറ്റ് ഇൻ ദ വൺസ് പ്ലേസ് ആൻഡ് ദ 100 പ്ലേസ് ആർ ദ സെയിം. അതായത് 1ന്റെ പ്ലേസിലുള്ള നമ്പറും 100ന്റെ പ്ലേസിലുള്ള നമ്പറും സെയിം ആണ്. അപ്പൊ ഏതൊക്കെ നമ്പേഴ്സ് വരും? 2161, 2363, 2565, 2767, 2969. ഈ 5 നമ്പേഴ്സും ആൻസർ ആയിട്ട് വരും. നെക്സ്റ്റ്, സുജിത്'s car number. It is a 4-digit number. The last digit is twice the first digit. The second and the third digit are the same. The number formed by the last 2 digits is twice the number formed by the first 2 digits. അപ്പോൾ ഈ നമ്മുടെ സുജിത്തിന്റെ കാറിന്റെ നമ്പർ എത്രയാണെന്ന് കണ്ടെത്തുക. അപ്പോൾ നമ്മുടെ ആൻസർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തത് fill in the missing numbers to form 3 consecutive numbers in each row. നമ്മൾ നോക്കിക്കേ, കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് തന്നെയാണ്, കണ്ടിന്യൂ ആയി വരുന്ന നമ്പേഴ്സ് തന്നെയാണ്. 2999, 3000, 3001. അടുത്തത് 2098, 2099. അടുത്തത് 2100, 5999. അടുത്ത എന്തായിരിക്കും വരിക? 6000, 6001. ഇവിടെ നോക്കിക്കേ, 6199 തന്നിട്ടുണ്ട്. തൊട്ട് ബിഫോർ നമ്പറും ആഫ്റ്റർ നമ്പറുമാണ് കണ്ടെത്തേണ്ടത്. അപ്പൊ 199 തൊട്ട് ബിഫോർ എന്തായിരിക്കും വരിക? 6198. ആഫ്റ്റർ എന്ത് വരും? 6200. അടുത്തത് 4200 ബിഫോർ 4199, 4200 ആഫ്റ്റർ 4201, 7000 ബിഫോർ 6999, 7001 ആണ് ആഫ്റ്റർ. ഓക്കെ, അടുത്തത് നെക്സ്റ്റ്, different numbers without repeating. How many 4-digit numbers can be written using the digit 4, 6, 7, 9? Try to write these numbers. What about the digit 3704? ഇവിടെ എന്താ ചെയ്യാൻ പറയുന്നത്? നമ്മുടെ 4, 6, 7, 9 ഉപയോഗിച്ചിട്ട് ആ നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്യാതെ, അതായത് ഓരോ നമ്പേഴ്സ് ഒരു തവണയല്ലേ എഴുതാൻ പാടുള്ളൂ. നമ്മൾ ഓരോ നമ്പേഴ്സ് എഴുതുമ്പോൾ അത് റിപ്പീറ്റ് എഴുതാതെ എത്ര 4-digit നമ്പേഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ചോദിക്കുന്നത്. ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ 3705 വെച്ച് എത്ര 4-digit നമ്പേഴ്സ് നമുക്ക് എഴുതാൻ പറ്റും ആ നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്യാതെ. അപ്പൊ അത് ചെയ്ത് നോക്കുക. നെക്സ്റ്റ്, സ്മോൾ ആൻഡ് ലാർജ്. ഇൻ ഈച്ച് റോ ഡ്രോ എ സർക്കിൾ അറൗണ്ട് ദ ലാർജസ്റ്റ് നമ്പർ ആൻഡ് എ സ്ക്വയർ അറൗണ്ട് ദ സ്മോളസ്റ്റ് നമ്പർ. ഇവിടെ കുറച്ച് റോസ് കാണുന്നില്ലേ? 5 വരികളുണ്ട് അല്ലെ? 5 വരികളുണ്ട്, അതിൽ 5 പാറ്റേൺ ഉണ്ട്. അപ്പൊ അതിൽ ഓരോ വരികളിലും ലാർജസ്റ്റ് നമ്പറിന് ചുറ്റും സർക്കിൾ വരയ്ക്കുക, സ്മോളസ്റ്റ് നമ്പറിന് ചുറ്റും നമ്മൾ സ്ക്വയർ വരയ്ക്കുക. ഓക്കെ, അപ്പൊ ആദ്യത്തെ നമുക്ക് നോക്കാം. 4275, 4257, 4725, 4752, 4572. ഇതിൽ ഏതാണ് ഏറ്റവും വലിയ നമ്പർ ഏതാണ്, ചെറിയ നമ്പർ ഏതാണ്? അപ്പൊ വലിയ നമ്പർ സർക്കിൾ ചെയ്യുക. ഏതാ വലിയ നമ്പർ? 4752. ചെറിയ നമ്പർ ഏതാണ്? 4257. നമ്മൾ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ചെറിയ നമ്പർ കണ്ടുപിടിക്കുക, എങ്ങനെ വലിയ നമ്പർ കണ്ടുപിടിക്കുക എന്നൊക്കെ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിച്ച് ചെയ്യുക. ഒരേപോലെ നമുക്ക് തോന്നും, പക്ഷെ അടുത്ത നമ്പർ നോക്കുക, ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? വലിയ നമ്പറും ചെറിയ നമ്പറും കണ്ടെത്താൻ. അടുത്തത് ഇതുപോലെ ചെയ്തേ, നമ്മൾ ഏറ്റവും ലാർജസ്റ്റ് നമ്പർ സർക്കിൾ ചെയ്യുക, സ്മോളസ്റ്റ് നമ്പർ എന്ത് ചെയ്യുന്നു? സ്ക്വയർ ചെയ്യുന്നു. അങ്ങനെ ഈ 5 റോയിലുള്ള നമ്പേഴ്സ് നമ്മൾ കണ്ടെത്തിയതിന് ശേഷം ഇവിടെ എന്താ ചെയ്യാൻ പറയുന്നത്? റൈറ്റ് ദ നമ്പേഴ്സ് ഇൻ സർക്കിൾ ഫ്രം സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്. നമ്മൾ സർക്കിൾ ചെയ്ത നമ്പേഴ്സിനെ എല്ലാം 5 എണ്ണം ഉണ്ട് അല്ലേ? അതിനെ നമ്മൾ എന്ത് ചെയ്യണം? സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്, ചെറുതിൽ നിന്നും വലുതെന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. ഇതുപോലെ അടുത്തത്, ഡു യു സീ എനി റിലേഷൻ അമംഗ് ദീസ് നമ്പർ? ഈ നമ്പേഴ്സ് തമ്മിൽ ഇപ്പൊ നമ്മൾ ഈ എഴുതിയില്ലേ, ഈ നമ്പേഴ്സ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും അല്ലെ? ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 5 ആണ്. 4752 കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ 5 പ്ലസ് സിമ്പിൾ ആണ് 4757. അപ്പൊ വ്യത്യാസം എന്ന് പറയുന്നത് 5 ആണ്. അറേഞ്ച് ദ നമ്പേഴ്സ് ഇൻ സ്ക്വയർ ഫ്രം ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ്. സ്ക്വയർ വരച്ചിട്ട് സ്ക്വയറിന്റെ ഉള്ളിലുള്ള നമ്പേഴ്സ് എല്ലാത്തിനും ചേർത്തിട്ട് എന്ത് ചെയ്യാനാ പറയുന്നത്? വലുതെന്ന് ചെറുതെന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറയുകയാണ്. ഇതുപോലെ ഓക്കെ, അപ്പോൾ ലാർജസ്റ്റ് സ്മോളസ്റ്റ് വെച്ച് വലുതിൽ നിന്ന് ചെറുതെന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുക. ഓക്കെ,
അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മൾ 4 പാർട്ട് ഉണ്ട് ഫസ്റ്റ് ചാപ്റ്ററിന്റെ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ നമ്മുടെ മാത്സ് സബ്ജക്റ്റിന്റെ 4ാം ക്ലാസ്സിന്റെ മാത്സ് സബ്ജക്റ്റിന്റെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്സിൽ മറ്റ് ചാപ്റ്റേഴ്സ് ക്ലാസ് കാണാൻ കഴിയും. അതുപോലെ നമ്മുടെ 4th സ്റ്റാൻഡേർഡിന്റെ മലയാളത്തിന്റെയും ഇംഗ്ലീഷിന്റെയും ഒക്കെ നമ്മൾ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ കാണുക. അതുപോലെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്